തേർഡ് ടോപ്പിക്ക് ആറ്റോമിക് സ്ട്രക്ചറാണ്. അപ്പോൾ ഈ ചാപ്റ്റർ അല്ല ഈ ടോപ്പിക്ക് വന്നിട്ടുള്ളത് +1 ആറ്റോമിക് സ്ട്രക്ചർ എന്നിട്ടുള്ള ചാപ്റ്റർ ഉണ്ടല്ലോ, രണ്ടാമത്തെ പാഠം, അതിൽ നിന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതൊരു വലിയ ചാപ്റ്ററാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇതിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യം ക്വസ്റ്റ്യൻ നമ്പർ 1. ക്വസ്റ്റ്യൻ നമ്പർ 1 നിങ്ങൾ വായിച്ചപ്പോൾ മനസ്സിലായത് അത് ക്വാണ്ടം നമ്പറിൽ നിന്ന് ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ ആണെന്നായിരിക്കും. ഇതിൽ നമ്മൾ ചോദിക്കുന്നത് കറക്റ്റ് ഓർഡർ ഓഫ് ദെയർ ഇൻക്രീസിങ് എനർജി അത് എങ്ങനെ ആയിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾക്ക് അറിയാം, സാധാരണ എനർജീൻ്റെ ഇൻക്രീസിങ് ഓർഡർ അറിയാൻ മനസ്സിലാക്കാൻ നമ്മളൊരു ആദ്യം വരക്കലുണ്ട്. 1s എന്നിട്ട് ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് 2s ഇവിടെ എഴുതും, പിന്നെ 2p, 3s, 3p, അതുപോലെ 3d, അടിയിലാണെങ്കിൽ 4s, 4p, 4d, 4f, പിന്നെ 5s, 5p, 5d, 5f, 6s, 6p, 6d, 7s, 7p, ഈ രീതിയിൽ. ഇനി ഇതിൽ നമ്മൾക്ക് എനർജീൻ്റെ ഓർഡറിനെ എങ്ങനെ കാണിക്കാൻ പറ്റും? ഫസ്റ്റ് ഇങ്ങനെ, പിന്നെ ഇതിങ്ങനെ പോയിട്ട് ഇത്, പിന്നെ അതിന് ശേഷം ഇതിങ്ങനെ പോയി ഇവിടുന്ന് ഇങ്ങനെ ഡോട്ട് പോയിട്ട് ഇതിലും വിചാരിക്കും ഇതിന് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഈ രീതിയിൽ വരും. അപ്പോൾ ഇതായിരിക്കും എനർജീൻ്റെ ഓർഡർ. ഇത് എങ്ങനെയുണ്ട്, കാണാൻ ബുദ്ധിമുട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ബാക്ക്ഗ്രൗണ്ട് കളറൊന്ന് മാറ്റാം. ഗ്രീൻ കളറിനൊക്കെ ഡൺ. ഇത് കുറേ കൂടി വിസിബിളായിരിക്കും. ഇതാണ് എനർജീൻ്റെ ഓർഡർ. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇൻക്രീസിങ് ഓർഡർ ഓഫ് എനർജി എന്നുള്ളത് എഴുതാൻ പറ്റും. ആദ്യം വരിക 1s ആണ്, ഇൻക്രീസിങ് ഓർഡറിൽ എഴുതുന്നത്. പിന്നെ 2s, ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ 2s വരുന്നത്, അതിന് ശേഷം പിന്നെ ഇങ്ങനെ പോയിട്ട് പിന്നെ വരുന്നതാണ് 2p. 1s, 2s കഴിഞ്ഞിട്ട് 2p, പിന്നെ 3s, 3p, 4s, 3d, 4p, ആ രീതിയിൽ 3s, 2p കഴിഞ്ഞാൽ 3s, പിന്നെ 3s കഴിഞ്ഞാൽ 3p, 4s, 3d, ഈ രീതിയിൽ പോകണം. ഇനി 3d കഴിഞ്ഞിട്ട് 4p കഴിഞ്ഞാൽ 5s, ഇങ്ങനെ. നമ്മൾക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ അതിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളതാണ്. ഫസ്റ്റ് ഓപ്ഷനിലുള്ളത് n = 4, l = 2. അപ്പോൾ എല്ലിൻ്റെ വാല്യൂവിനനുസരിച്ച് ഇത് മാറുന്നുള്ളത് നമുക്കറിയാം. എല്ലിൻ്റെ വാല്യൂ 0, 1, 2, 3 ആവുന്നതിനനുസരിച്ച് ഇത് s, p, d, f ഈ രീതിയിൽ മാറും. ഇവിടെ എല്ലിൻ്റെ വാല്യൂ 2 ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് 4 പിന്നെ d ആണ്. ഫസ്റ്റത്തെ 4d ആണ്. സെക്കൻഡ് ഏതാണെന്നുള്ളതാണ്. സെക്കൻഡ് n = 3 ആണ്, അതേപോലെ l = 2 ആണ്. അതായത് അങ്ങനെ വരുമ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇത് 3d ആണ് രണ്ടാമത്തത്. ഇനി മൂന്നാമത്തത് n = 4, l = 1. അത് നമുക്ക് പറയാൻ പറ്റും l = 1 വരുമ്പോൾ അത് p ആണ്. l = 1 ആണെങ്കിൽ അത് p ആണ് വരിക. അപ്പോൾ ഇത് 4p ആയിരിക്കും. ഇനി നാലാമത്തെ ഓർബിറ്റൽ എന്ന് പറഞ്ഞത് n = 3 ആൻഡ് l = 1, അതായത് 3p ആയിരിക്കും. ഓർബിറ്റൽസ് നമ്മുടെ കയ്യിലുള്ളത് 4d ഉണ്ട്, അതേപോലെ
3D ഉണ്ട്, 4P ഉണ്ട്, പിന്നെ എന്തുണ്ട് 3P ഉണ്ട്. അപ്പോൾ ഇതിൽ ലോവർ എനർജി ഉള്ളത് ഏതാണെന്നുള്ളതാണ്. നേരത്തെ ആ സംഗതി നമ്മൾ കൊണ്ട് നോക്കട്ടെ. നമ്മളതിൽ 3P ഉണ്ട്, അതേപോലെ 4P ഉണ്ട്, 3D ഉണ്ട്, 4D ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ 4D ആണ് ഏറ്റവും എനർജി കൂടുതലുള്ളത്. 4D കഴിഞ്ഞാൽ പിന്നെ എനർജി കൂടുതൽ 4Pക്കാണ്, പിന്നെ എനർജി കൂടുതൽ 3Dക്കാണ്. ഇനി പിന്നെ വരുന്നത് 4th ഇതിലില്ല, പിന്നെ വരുന്നതാണ് 3P. അപ്പോൾ 3P ആണ് ലോവസ്റ്റ് എനർജി. അതേപോലെ നമുക്ക് പറയാൻ പറ്റും 3P ആണ് ലോവസ്റ്റ് എനർജി, 4D ആണ് ഹയസ്റ്റ് എനർജി. അതിൻ്റെ പുറകിലായിരിക്കും 4P, അതിൻ്റെ പുറകിലായിരിക്കും 3D. ഈ രീതിയിലാണ് പോണത്. ഇവിടെ എനർജി ഇങ്ങനെ ഇൻക്രീസ് ചെയ്യണം. വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, കുഴപ്പമില്ല. അപ്പോൾ ഇത് ഓപ്ഷൻ്റെ അക്കോർഡിംഗിൽ ഇത് ഏതാണ്? 3P വരുന്നത് ഏതിലാണ്? 4th ഓപ്ഷനിൽ. 4th ഏറ്റവും കുറവ്. പിന്നെ അതിലും എനർജി കൂടുതലുള്ളത് 3D ആണ്. 3D എന്ന് പറയുന്നത് ഏത് ഓപ്ഷനാണ്? 2nd ഓപ്ഷനിലാണ്. ഓക്കെ. ഇനി അതിന് മേലെയാണ് 4P എന്ന് പറഞ്ഞാൽ ഇതിലുള്ളത് 3rd ഓപ്ഷനിൽ. ശേഷം വരുന്നത് ഏതാണെന്നുള്ളതാണ്. പിന്നെ വരുന്നത് 4D ആണ്. 4D വരുന്നത് 1st ഓപ്ഷനിൽ. ഈ രീതിയിൽ ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. ഫസ്റ്റ് 4, 2nd, 3rd, 1 നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യന് ഇത് ചോദിച്ചുള്ളത് JEE Main 2019 9th April Shift 1 ആണ്. ഇവിടെ എന്നോട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് ഡെൽറ്റ V എന്ന് പറയുന്നത് അതെന്താണെന്നുള്ളത് പറയും. വി അല്ല, ഡെൽറ്റ ന്യൂ അല്ലെങ്കിൽ ഡെൽറ്റ ന്യൂ ബാർ വേവ് നമ്പർ ആണെങ്കിൽ അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ന്യൂ ബാർ മാക്സ് മൈനസ് ന്യൂ ബാർ മിനിമം. ഇങ്ങനെയാണ് എന്തിനാ റെപ്രസെൻ്റ് ചെയ്യണത്? ഡെൽറ്റ ന്യൂ ബാറിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. എന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ ഡെൽറ്റ ന്യൂ ബാർ കാണണം ഏതിൻ്റെ കേസിൽ? ഡെൽറ്റ ന്യൂ ബാർ ലൈമാൻ സീരീസിൻ്റെ കേസിൽ കാണാം. അതേപോലെ തന്നെ ഡെൽറ്റ ന്യൂ ബാർ ബാമർ സീരീസിൻ്റെ കേസിലും കാണാം. എന്നിട്ട് ഡെൽറ്റ ന്യൂ ബാർ ഓഫ് ലൈമാൻ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ന്യൂ ബാർ ഓഫ് ബാമർ, ഇതിൻ്റെ വാല്യൂ, ഈ റേഷ്യോ എന്തായിരിക്കും എന്നാണ് ചോദിച്ചുള്ളത്. ഇതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് സ്പെക്ട്രൽ ലൈൻസ് ഫോർ ആറ്റോമിക് ഹൈഡ്രജൻ അത് +1 നിങ്ങൾ പഠിച്ചാണെങ്കിൽ കൂടെ ഒന്നുകൂടി ഞാൻ റിവൈസ് ചെയ്യേണ്ടത്. ദ സ്പെക്ട്രൽ ലൈൻസ് ഫോർ ആറ്റോമിക് ഹൈഡ്രജൻ. അത് നമ്മൾക്ക് കാണിക്കാൻ പറ്റും. ലൈമാന്, ബാമർ, പാഷൻ, ബ്രാക്കറ്റ്, ഈ രീതിയിൽ. N1 ഇത് സീരീസാണ്. N1, N2 സ്പെക്ട്രൽ റീജിയനാണ്. ഇവിടെ ലൈമാനാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും N1 എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഇത് 2, 3 ഒക്കെ വരും. ഇത് ലൈറ്റിൻ്റെ ഡിഫറെൻറ്റ് അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൻ്റെ ഡിഫറെൻറ്റ് റീജിയനുകൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതിൽ പെട്ടൊന്നാണ് വയലറ്റ് കഴിഞ്ഞിട്ടുള്ളത്. അതിന് നമ്മൾ പറയും അൾട്രാ വയലറ്റ് എന്ന് പറയും. അൾട്രാ വയലറ്റ് റീജിയനിലാണ് എന്ത് വരിക? ലൈമാൻ വരിക. പിന്നെ ബാമറിൽ ശ്രദ്ധിക്കുക, N ഇനീഷ്യൽ. ഞാനിതിനെ N1 എന്നുള്ളതിന് പകരം N ഇനീഷ്യൽ എന്ന് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഇതിനെ N2 എന്നുള്ളതിന് പകരം എന്ത് കൊടുക്കുന്നുണ്ട്? N ഫൈനൽ എന്ന് കൊടുക്കുന്നുണ്ട്. F ആണിട്ടത്. ഓക്കെ. ഇനി N ഇനീഷ്യൽ ഇതിൽ 2, അപ്പോൾ ഇവിടെ ഫൈനൽ 3ൽ നിന്ന് തുടങ്ങാം, 3 വരാം, 4 വരാം, അങ്ങനെയൊക്കെ വരാം. ഏത് സ്പെക്ട്രൽ റീജിയണിലായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വിസിബിളായിരിക്കും. അതുകൊണ്ട് ഒരാൾ ചോദിക്കുകയാണ് വിസിബിൾ റീജിയണിൽ ലൈൻ കാണിക്കണ ഏത് സീരീസാണ്? ഏതാണ്? ബാമറാണ്. ബാമറിന് ശേഷം പിന്നെ പാഷൻ വരും, പിന്നെ ബ്രാക്കറ്റ്,
അതുപോലെ ഫണ്ട്. പാഷനിൽ 3 ആയിരിക്കും. ഇത് സ്റ്റാർട്ട് ചെയ്യുക 4, 5 ഈ രീതിയിൽ. IR ഇൻഫ്രാറെഡ് റീജിയണിലായിരിക്കും. സ്പെക്ട്രൽ റീജിയൺ എന്ന് പറയുന്നത് അതാണ് ഇവിടെ. ഇനി ബ്രാക്കറ്റ് ആണെങ്കിൽ അത് 4 ആയിരിക്കും N ഇനീഷ്യൽ, N ഫൈനൽ. ഇതിങ്ങനെ പോകട്ടെ എക്സെട്ര, ഇതിങ്ങനെ ഇൻഫിനിറ്റിയിലേക്ക് പോകും. അപ്പോൾ ഇവിടെ 5, 6 ഈ രീതിയിൽ ഇങ്ങനെ പോകും. ഫണ്ടാണെങ്കിൽ 5 ആയിരിക്കും N ഇനീഷ്യൽ, N ഫൈനൽ എന്ന് പറയുന്നത് 6, 7 എക്സെട്ര എന്നിട്ട് ഇങ്ങനെ പോകും. അപ്പോൾ ഇത് ബ്രാക്കറ്റ് ഇൻഫ്രാറെഡ് തന്നെയാണ്, ഇൻഫ്രാറെഡ് റീജിയണിൽ തന്നെയാണ് വരിക. അതേപോലെ തന്നെ ഫണ്ട് ഇതിൽ തന്നെയാണ് വരിക, ഇൻഫ്രാറെഡ് റീജിയണിൽ തന്നെയാണ് വരിക. ഇത്ര കാര്യങ്ങൾ ഓർമ്മയിലുണ്ടാവുക, ഇനീഷ്യലും ഫൈനലും ഏതൊക്കെയാണെന്നുള്ളത്. ഓക്കെ, ഇനി നമ്മൾക്ക് ആദ്യം ഞാൻ കണ്ടുപിടിക്കുന്നത് ഡെൽറ്റ ന്യൂ ബാർ ലൈമാൻ കാണുന്നു. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം എനിക്കറിയണം എന്താണ്, അപ്പോൾ എന്തായിരിക്കും ഇത് ഡെൽറ്റ ന്യൂ ബാർ ലൈമാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂ ബാർ മാക്സ് എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈമാൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്, മൈനസ് ന്യൂ ബാർ മിനിമം ലൈമാൻ. ഇതായിരിക്കും ഇത്. അപ്പോൾ ആദ്യം എന്ത് കാണാം, ഈ ന്യൂ ബാർ മാക്സ് ലൈമാൻ കാണാം. അപ്പോൾ അതെങ്ങനെ കാണാം, എല്ലാത്തിനും ന്യൂ ബാർ കാണാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട് ജനറലായിട്ട്. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ഇത് പറയണത് ന്യൂ ബാർ ഈക്വൽ ടു 109,677 1/n ഇനീഷ്യൽ സ്ക്വയർ മൈനസ് 1/n ഫൈനൽ സ്ക്വയർ. അല്ല, ഈ n എന്ന് പറഞ്ഞാൽ എന്താണത്, n പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിനാണ് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്, n എന്ന് പറഞ്ഞിട്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനീഷ്യൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ പിന്നെ ഏത് നെക്സ്റ്റ് ലെവലിലേക്കാണ് എത്തുന്നത്, അതാണ് NF എന്ന് പറയുന്നത്. ഇനി ഈ വാല്യൂ, ഈ 109,677 ഇതിനെ നമ്മൾ പറയും ഇത് റൈഡ്ബർഗ് കോൺസ്റ്റൻ്റ് ആണെന്ന് പറയും. എന്താ പറയും, റൈഡ്ബർഗ് കോൺസ്റ്റൻറ്റ്. ഇത് നിങ്ങൾ പഠിച്ചിട്ട് മറന്നുണ്ടായിരിക്കും ഈ വാല്യൂ. ഓക്കെ, എനിവേ ഞാൻ ഇക്വേഷൻ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്ത് എഴുതുന്നുണ്ട്. ന്യൂ ബാർ ഈക്വൽ ടു RH എന്ന് കൊടുക്കുന്നുണ്ട്. ഇത്ര വാല്യൂ ഞാൻ എഴുതില്ല, ജസ്റ്റ് RH എന്ന് പറയുന്നത് ഇൻറ്റു 1/n ഇനീഷ്യൽ സ്ക്വയർ മൈനസ് 1/n ഫൈനൽ സ്ക്വയർ. ഓക്കെ, ഇനി ഈ RH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ ഇതാണ്. അപ്പോൾ ഇതിനെ ഞാൻ ചുരുക്കിയിട്ട് ഇങ്ങനെ എഴുതാൻ പറ്റും ഇതിനെ. ഓക്കെ, ഇനി നമ്മൾക്ക് ഇവിടെ കാണേണ്ടത് എന്താണ്, ന്യൂ ബാർ മാക്സ് ലൈമാൻ്റെ കേസിൽ. അപ്പോൾ നോക്കി ഇതിങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടും RH ഇൻറ്റു ലൈമാൻ്റെ കേസിൽ നമ്മളിപ്പോൾ കണ്ട് ഇനീഷ്യൽ എന്ന് പറയണത് നേരത്തെ നിങ്ങളിത് കണ്ടിരിക്കണം. ഇനീഷ്യൽ എന്ന് പറയുന്നത് ലൈമാൻ്റെ കേസിൽ എപ്പോഴും എന്താണ് 1 ആണ്. ഫൈനൽ ഇങ്ങനെ പോവാം എക്സെട്ര. അതായത് ഇത് വരും 1/1 സ്ക്വയർ മൈനസ് 1/ഇൻഫൈനൈറ്റ് സ്ക്വയർ. ഇൻഫൈനൈറ്റ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ് ഇൻഫൈനൈറ്റ്. അപ്പോൾ NF ഇൻഫിനിറ്റി കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം 1/ഇൻഫൈനൈറ്റ് എന്ന് പറയുന്നത് ഇതെന്താണ്, 0 നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ന്യൂ ബാർ മാക്സ് ലൈമാൻ്റെ കേസിൽ അത് എന്തെന്ന് വരും, RH ഇൻറ്റു 1 എന്ന് തന്നെ വരും. RH ഇൻറ്റു 1, അതായത് എന്തെന്നെ അത് RH തന്നെ, ജസ്റ്റ് RH. ഇനി ന്യൂ ബാർ മിനിമം അത് ലൈമാൻ്റെ കേസിൽ നമുക്ക് കാണാം. അപ്പോൾ വീണ്ടും നമ്മൾ എഡ്യൂക്കേഷൻ യൂസ് ചെയ്യും ഈക്വൽ ടു RH ഇൻറ്റു 1/n ഇനീഷ്യൽ എപ്പോഴും എത്ര തന്നെയാണ് 1 തന്നെ, 1 സ്ക്വയർ മൈനസ് n ഫൈനൽ ഇവിടെ എന്ത് വരും എന്നുള്ളതാണ്. ഓക്കെ, n ഫൈനൽ ഇതിൽ പറയണത് ഇത് 2ൽ നിന്ന് തുടങ്ങും. അപ്പോൾ മിനിമം എന്ന് പറയുമ്പോൾ n ഫൈനൽ എന്ത് കൊടുക്കണം, 2 കൊടുക്കണം. മിനിമത്തിന് n ഫൈനലിൻ്റെ വാല്യൂ ലീസ്റ്റ് പോസിബിൾ ആയിട്ടുള്ള n ഫൈനലിൽ ഇത് കൊടുക്കണം. അതായത് ഇത് വരും 1/2 സ്ക്വയർ, ജസ്റ്റ് 2 എഴുതിയാൽ പോലെ 2 സ്ക്വയർ ഉണ്ട് കേട്ടോ. അതായത് ഇത് വരും RH ഇൻറ്റു 1 മൈനസ് 1/4 എന്ന് വരും. നിങ്ങൾക്കറിയാം 1ൽ നിന്ന് 1/4 കുറച്ച് കഴിഞ്ഞാൽ 3/4 ആണ്. അത് വരും RH ഇൻറ്റു 3/4. ഇതായിരിക്കും എന്തെന്ന് പറയുന്നത് ന്യൂ ബാർ മിനിമം ലൈമാൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾക്ക് എന്താണ് കണ്ടത്, ഡെൽറ്റ എന്താണ് കാണേണ്ടത് എന്നുള്ള ഇതിൻ്റെ തുടക്കത്തിലുണ്ട്, നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് കാണേണ്ട കാര്യം. അത് ഇതാണ് നമുക്ക് കാണേണ്ടത് ഇതുപോലെ. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഡിഫറൻസ് കണ്ടാൽ മതി, മാക്സിമത്തിൻ്റെ അതേപോലെ തന്നെ മിനിമത്തിൻ്റെ. അപ്പോൾ നമുക്ക് ഈ കാര്യത്തിന് എഴുതാൻ പറ്റും ന്യൂ ബാർ മാക്സിമം ലൈമാൻ്റെ കേസിലുണ്ടത് മൈനസ് ന്യൂ ബാർ മിനിമം ലൈമാൻ എന്നുള്ള രീതിയിൽ വരും. ഇനി എന്താണ് ന്യൂ ബാർ മാക്സിമം ലൈമാൻ എന്നുള്ളത് അത് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അത് നേരത്തെ നമ്മൾ അത് ജസ്റ്റ് RH ആണ്. മൈനസ് ന്യൂ ബാർ മിനിമം ലൈമാൻ എന്ന് പറയുന്നത് എന്താണ്
RH ഇൻറ്റു 3/4 ആണ്. അപ്പോൾ RH മൈനസ് RH 3/4. ഈ കാര്യത്തിന് നമുക്ക് എഴുതാൻ പറ്റും RH ഇൻറ്റു 1 മൈനസ് 3/4 എന്ന് പറഞ്ഞിട്ട് 1 മൈനസ് 3/4 നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. അതായത് 4 മൈനസ് 3/4 അതായത് 1/4 എന്ന് വരും. 1/4 RH വരും. ഈ 1/4 RH എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്? ഡെൽറ്റ ന്യൂ ബാർ ലൈൻമാൻ. അതാണ് വന്നത് ഈ വാല്യൂ. ഓക്കെ. ഇനി അടുത്തതായിട്ട് നമ്മൾ കണ്ടുപിടിക്കാൻ പോണത് ഡെൽറ്റ ന്യൂ ബാർ ബാമറാണ്. അപ്പോൾ ഇതിനെ ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട് ഡെൽറ്റ ന്യൂ ബാർ ബി എന്നുണ്ട്. അപ്പോൾ ഇതെന്തായിരിക്കും? ന്യൂ ബാർ മാക്സ് ബി മൈനസ് ന്യൂ ബാർ മിനിമം ബി. ബാമർ സീരീസിലെ മാക്സിമം അതേപോലെ തന്നെ മിനിമം കാണാം വേവ് നമ്പർ. നമ്മൾക്കറിയാം ന്യൂ ബാർ മാക്സിമം ബി കാണണമെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും അഗൈൻ തന്നെ RH ഇൻറ്റു 1/. ഓക്കെ. ഈ ബാമർ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ്. N ഇനീഷ്യലാണ് ആദ്യം യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിന് യൂസ് ചെയ്യേണ്ട N ഇനീഷ്യൽ 1/N ഇനീഷ്യൽ സ്ക്വയർ മൈനസ് 1/N ഫൈനൽ സ്ക്വയർ ചെയ്യണം. അപ്പോൾ ഇനീഷ്യൽ N ഇനീഷ്യൽ എന്ന് പറഞ്ഞാൽ ബാമറിൻ്റെ കേസിൽ എന്തായിരിക്കും? എപ്പോഴും 2 നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. അത് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ബാമറിൻ്റെ കേസിൽ കണ്ടില്ലേ? N ഇനീഷ്യൽ 2, N ഫൈനൽ 3, 4 അങ്ങനെ എക്സെട്ര. ഇതാ. അപ്പോൾ ഇതാണ് സംഗതി. ഇനി N ഫൈനൽ എന്ന് പറയുന്നത് ഈ കേസിൽ ഇവിടെ മാക്സിമമാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ N ഫൈനൽ 2, 3 അല്ല 2 ഉണ്ടാവില്ല, 3, 4, 5, 6 അങ്ങനെ പോയിട്ട് ഇൻഫിനിറ്റി വരെ പോകും. അപ്പോൾ ഇൻഫൈനായിട്ട് കൊടുക്കും ഇവിടെ. അതായത് ന്യൂ ബാർ മാക്സ് ബി എന്നുള്ളത് നമുക്ക് കിട്ടും RH ഇൻറ്റു 1/2 സ്ക്വയർ. നേരത്തെ 1 ആയിരുന്നു, പക്ഷേ ഇത് ബാമറാണ്ട് 2 വന്ന് മൈനസ് 1/. ഇൻഫൈനറ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇൻഫൈനറ്റാണ്. ഇത് ന്യൂ ബാർ മാക്സ് ബാമറിൻ്റെ കേസിൽ ഇത് വന്ന് RH ഇൻറ്റു ഇത് 0 ആയിരിക്കും 1/4 എന്നുള്ള രീതിയിൽ എഴുതാം. ഇനി നമുക്ക് എന്തുകൂടി കാണണം? ന്യൂ ബാർ മിനിമം കാണണം. ഏതിൻ്റെ കേസിൽ? ബാമറിൻ്റെ കേസിൽ. അപ്പോൾ നമ്മൾ എഴുതുക അതിനെ RH ഇൻറ്റു 1/. ഇനീഷ്യൽ എന്ത് തന്നെയാണ്? 2 സ്ക്വയർ തന്നെയാണ്. ഇനി ഫൈനൽ മിനിമം പോസിബിൾ ആയിട്ടുള്ള ഫൈനൽ വാല്യൂ എന്ന് പറയുന്നത് ബാമറിൻ്റെ കേസിൽ 3, 4, 3 ആണ്. 3ൽ നിന്നാണ് തുടങ്ങുക ഫൈനൽ. അപ്പോൾ അതെന്ത് വരും? 1/3 സ്ക്വയർ എന്നുള്ള രീതിയിൽ വരും. ഇത് വരും RH ഇൻറ്റു 1/4 മൈനസ് 1/9. ഇനി ഇതിൻ്റെ ഡിഫറൻസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് ഇവിടെ 9, 4, 5/36 വരും. ഇത് ഏകദേശം RH ഇൻറ്റു 5/36 എന്നുള്ള രീതിയിൽ വരും. ഇനി ഇതിൽ നിന്ന് നമ്മൾക്ക് ഡെൽറ്റ ന്യൂ ബാർ ബാമർ കാണും. ഡെൽറ്റ ന്യൂ ബാർ ബാമർ എന്താണത്? ന്യൂ ബാർ മാക്സിമം ബാമർ മൈനസ് ന്യൂ ബാർ മിനിമം ബാമർ. ഇത് രണ്ടും നമ്മൾ ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ട് ഇവിടെ. ന്യൂ ബാർ മാക്സിമം ബാമർ എന്ന് പറയുന്നത് വന്നത് RH ഇൻറ്റു 1/4 ആണ്. മിനിമം വന്നത് RH ഇൻറ്റു 5/36. അപ്പോൾ RH ഇൻറ്റു 1/4 മൈനസ് RH ഇൻറ്റു 5/36 നല്ല രീതിയിൽ. അപ്പോൾ ഇനി ഇതിൽ നിന്ന് RH-നെ നമ്മൾ ഇത് കോമൺ ആയിട്ട് എടുക്കാം. ഇത് വരും RH ഇൻറ്റു 1/4 മൈനസ് 5/36. ഇത് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇത് വരും ഏകദേശം RH ഇൻറ്റു 36 മൈനസ് 20 36 മൈനസ് 20 36 മൈനസ് 20 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 36 വരും. അതായത് ഈ കാര്യത്തിന് നമുക്ക് എഴുതാൻ പറ്റും RH ഇൻറ്റു 16 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 36 അല്ലെങ്കിൽ വരും RH ഇൻറ്റു ഇവിടെ 4/36 വരും. 4/36 ഈക്വൽ ടു RH ഇൻറ്റു 1/9 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ കാര്യത്തിന് എഴുതാൻ പറ്റും. അപ്പോൾ ഇത് ഇതാ RH ഇൻറ്റു 1/9. ഇനി ഇതാണ് നമുക്ക് കാണേണ്ടത്. അല്ല, നമുക്ക് ഇപ്പോൾ ഈ കിട്ടിയത് എന്താണിത്? ഇത് ഈ കാര്യമാണ്.
ഡെൽറ്റ ന്യൂ ബാർ ബാമർ. അപ്പോൾ നമുക്ക് കാണേണ്ടത് ഡെൽറ്റ ന്യൂ ബാർ ലൈമാൻ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ന്യൂ ബാർ ബാമറാണ് കണ്ടത്. ഡെൽറ്റ ന്യൂ ബാർ ലൈമാന് നമ്മൾ കുറച്ച് മുന്നേ കണ്ടെത്തിയിരുന്നത് അത് ഇതാ ഡെൽറ്റ ന്യൂ ബാർ ലൈമാൻ എന്നുള്ളത് വന്നത് 1/4 RH ആയിരുന്നു. ഇത് നമുക്ക് എഴുതാൻ പറ്റും 1/4 RH ഡിവൈഡഡ് ബൈ 1/9 RH. ഇത് രണ്ട് ക്യാൻസലായി. RH എന്ന് പറഞ്ഞാൽ എന്താണ്? 109,677 സെൻറ്റിമീറ്റർ ഇൻവേഴ്സാണ് റെഡ്ബർഗ് കോൺസ്റ്റൻ്റ് വാല്യൂ. ഇത് രണ്ടും ഓൾറെഡി ക്യാൻസലായി. പിന്നെ ഉണ്ടാവുക 1/4/1/9 ആണ്. എന്ത് വരും? 9/4. ഇവിടെ ആൻസറായിട്ട് തന്നിട്ടുള്ളത് 4 ഓപ്ഷനിൽ ഈ 9/4 അല്ലെങ്കിൽ 9:4 ഉണ്ടോ എന്ന് നോക്കണം. അതുണ്ട്. ഓപ്ഷൻ സിയിൽ അതുണ്ട്. നമുക്ക് പറയാൻ പറ്റും. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഏതാണ്? സി ആണ് എന്ന് പറയാം. ഇതാണ് ആൻസർ. ഓക്കെ, ഇവിടെ ഈ ആക്സിസിനെ എപ്പോഴും നമ്മൾ വെർട്ടിക്കൽ ആക്സിസ് എന്ന് പറയും. വൈ ആക്സിസിനെ. ഇത് ഹൊറിസോണ്ടൽ ആക്സിസ് ആണ്. അതായത് ഈ ആക്സിസ് ഇത് ഹൊറിസോണ്ടൽ ആക്സിസ്, ഇത് ഏത് ആക്സിസ് ഇങ്ങനെ പോണത്? ഇത് വി ഉണ്ട്. ഇങ്ങനെ പോണത് വെർട്ടിക്കൽ ആക്സിസ്. അപ്പോൾ ഇത് വെർട്ടിക്കൽ ആക്സിസ്. ഇവിടെ ഉള്ളത് എന്താണ്? സൈ സ്ക്വയർ ആണ്. അതേപോലെ തന്നെ ഹൊറിസോണ്ടൽ ആക്സിസിൽ എന്താണുള്ളത്? 6 ആണുള്ളത്. ഇനി എന്നോട് ചോദിക്കുകയാണ് ഇത് ഏത് ഓർബിറ്റലിനാണ് റെപ്രസെൻ്റ് ചെയ്യണമെന്ന്. അപ്പോൾ എപ്പോഴും ഓർക്കുക, ഒരു ഗ്രാഫിൽ അത് 0 പാസ് ചെയ്യണമെങ്കിൽ, ഇത് വേവ് ഫംഗ്ഷൻ്റെ പ്രോബബിലിറ്റിൻ്റെ പ്ലോട്ടാണിത്. 0 പാസ് ചെയ്യണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അതിൽ നോഡ് ഉണ്ട് എന്ന് പറയാൻ പറ്റും. എന്ത് നോഡുണ്ട്? റേഡിയൽ നോഡ് ഉണ്ട് എന്ന് പറയാൻ പറ്റും. അപ്പോൾ 2 രീതിയിലുള്ള നോഡാണ് സാധാരണ ഓർബിറ്റലിൽ ഉണ്ടാവുക. ഒന്ന് ആംഗുലാർ നോഡ്. ഈ ആംഗുലാർ നോഡ് എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആണ്. നമുക്ക് പറയാൻ പറ്റും ഏത് എസ് ഓർബിറ്റൽ എടുത്തു കഴിഞ്ഞാലും ആംഗുലാർ നോഡ് 0 ആയിരിക്കും. ഏത് പി ഓർബിറ്റൽ എടുത്തു കഴിഞ്ഞാലും ആംഗുലാർ നോഡ് 1 ആയിരിക്കും. ഏത് ഡി ഓർബിറ്റലും ആംഗുലാർ നോഡ് 2 ഉണ്ടായിരിക്കും. എഫ് ഓർബിറ്റലിനാണെങ്കിൽ ആംഗുലാർ നോഡ് 3 ഉണ്ടായിരിക്കും. ജി ഓർബിറ്റലിനാണെങ്കിൽ ആംഗുലാർ നോഡ് 4 ഉണ്ടായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ ആംഗുലാർ നോഡ് ഇങ്ങനെ പോകും. എസ്സിന് ഉണ്ടായിരിക്കില്ല. പക്ഷേ നേരെ മറിച്ച് റേഡിയൽ നോഡാണെങ്കിൽ, റേഡിയൽ നോഡ് എന്ന് പറയുന്നത് അത് എസ് ഓർബിറ്റലിൽ ഉണ്ടായിരിക്കും. 1s ഓർബിറ്റലിന് 0 റേഡിയൽ നോഡാണ്. 2s ഓർബിറ്റലിനാണെങ്കിൽ 1 റേഡിയൽ നോഡ്. ഇനി 2p ഓർബിറ്റൽ, പി സ്റ്റാർട്ട് ചെയ്യുന്ന 2p എന്നല്ല, അതിന് 0 റേഡിയൽ നോഡ്. അതേപോലെ 3p ഓർബിറ്റലാണെങ്കിൽ ഇപ്പോൾ 2p എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിംഗ് ആണ് പീൻ്റെ, 3p എന്ന് പറയുമ്പോൾ 1 അപ്പോൾ ഇവിടെ 1 റേഡിയൽ നോഡ് ഉണ്ടായിരിക്കും. ഇനി 4p ആണെങ്കിലോ 2 റേഡിയൽ നോഡ് ഉണ്ടായിരിക്കും. 4s ആണെങ്കിലോ 2sന് 1 ഉണ്ട്, 3sന് 2, 4sന് എത്ര ഉണ്ടായിരിക്കും? 3 റേഡിയൽ നോഡ് ഉണ്ടായിരിക്കും. ഈ രീതിയിലാണ്. ഇനി ഡി സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? 3Dയിൽ നിന്നാണ്. 3Dക്കോ 0 റേഡിയൽ നോഡ്. ഇതാണ് റേഡിയൽ നോഡിൻ്റെ അവസ്ഥ. ഇനി ടോട്ടൽ നോഡ്, ഒരാൾ നിങ്ങളോട് ചോദിക്കുകയാണ് 1s ഓർബിറ്റലിന് എത്ര ടോട്ടൽ നോഡ് ഉണ്ടായിരിക്കും? 1s ഓർബിറ്റലിന് 1 നോഡ് ഉണ്ടായിരിക്കില്ല. ഇനി 2s ഓർബിറ്റലിന് എത്ര ടോട്ടൽ നോഡ് ഉണ്ടായിരിക്കും? മൊത്തം എത്ര നോഡ് ഉണ്ടായിരിക്കും? 1 നോഡ്. അത് ഏതാണ് ആ നോഡ്? അത് റേഡിയൽ നോഡാണ്. കാരണം എസ് ഓർബിറ്റലിന് പിന്നെ എന്തില്ല? ആംഗുലാർ നോഡ് എന്നിട്ടുള്ള സാധനമില്ല. ഇനി 2p ഓർബിറ്റലിന് എത്ര നോഡ്? ആകെയുള്ള നോഡ് ഇട്ടാ, റേഡിയലാണോ ആംഗുലാർ ആണോ എന്നും ചോദിക്കണില്ല. എത്ര നോഡ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 ആണ്. അത് ഏത് നോഡാണത്? ആംഗുലാർ നോഡാണ്. ഒരു 2pക്ക് 1 ഉണ്ട്. ഇനി 4p ഓർബിറ്റലിന് എത്ര നോഡ് ഉണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ 2 റേഡിയൽ നോഡ് ഉണ്ട്, അതോടൊപ്പം തന്നെ 1 ആംഗുലാർ നോഡ് ഉണ്ട്. അപ്പോൾ 4p ഓർബിറ്റൽ മൊത്തം 3 നോഡ് ഉണ്ടായിരിക്കും. അതിൽ 3 എണ്ണത്തിൽ 2 എണ്ണം ഏത് നോഡാണത്? റേഡിയൽ നോഡാണ്. 1 ഏതാണ്? ആംഗുലാർ നോഡാണ്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ഈ ഗ്രാഫിൽ കാണിച്ചുള്ളത് ഇത് റേഡിയൽ നോഡിനെ പറ്റിയിട്ടാണ് പറയുന്നത്. സൈ സ്ക്വയർ വേഴ്സസ് ആറിൻ്റെ ഗ്രാഫ് പ്ലോട്ട് ചെയ്തിട്ട് അത് 0ൽ ടച്ച് ചെയ്യുകയാണെങ്കിൽ
വേണ്ട ഇവിടെ ടച്ച് ചെയ്ത് എന്നിട്ട് വീണ്ടും പൊന്താണ്. ജസ്റ്റ് അപ്രോച്ച് ചെയ്താൽ പോരാ. ഇവിടെ എന്താ സംഗതി, ഇത് സീറോയിലേക്ക് ഇങ്ങനെ അപ്രോച്ച് ചെയ്യണം. ചേട്ടാ ഇത് പിന്നെ ഒരു പ്രാവശ്യം സീറോയിൽ വന്ന് കുത്തിയിട്ട് പിന്നെ മേലേക്ക് പോകുന്നില്ല. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഇതാണ് എന്ത് പറയുന്നത്, ഇത് നോഡാണ്. ഇതിന് നമുക്ക് നോഡ് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ സീറോയിൽ വന്ന് പതിക്കണം, എന്നിട്ട് പിന്നെ ആ പൂജ്യത്തിൽ നിന്ന് വീണ്ടും എന്ത് ചെയ്യണം, ഉയർത്തെഴുന്നേൽക്കണം. അപ്പോഴാണ് നോഡ് വരിക. അപ്പോൾ ഇത് ഏത് ഓർബിറ്റലാണെന്നാണ് ചോദിച്ചുള്ളത്. 1s ഓർബിറ്റൽ ഒരിക്കലും അല്ല, ഫസ്റ്റ് ഓപ്ഷൻ. ഇനി 2p ഓർബിറ്റൽ ഇല്ല, അതിനെന്തുണ്ടായിരിക്കില്ല, നോഡ് ഉണ്ടായിരിക്കില്ല. ഇനി പറയുന്നത് 3s ഓർബിറ്റൽ. 3s ഓർബിറ്റൽ ആവാൻ ചാൻസ് ഉണ്ടാകും. കാരണം 3s ഓർബിറ്റലിന് എത്ര നോഡ് വേണം ശരിക്കും, റേഡിയൽ നോഡ്. 2sന് ഒരു നോഡ്, 3sന് എത്ര ഉണ്ടായിരിക്കും, 2 നോഡ് ഉണ്ടായിരിക്കും. പക്ഷേ ഇവിടെ എത്ര നോഡേ ഉള്ളൂ, ഒരു നോഡേ ഉള്ളൂ. ഒരു നോഡ് ഉള്ളത് പിന്നെ ഏതായിരിക്കും, 2s ഓർബിറ്റലായിരിക്കും. അതായത് നമുക്ക് പറയാൻ പറ്റും ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഓപ്ഷൻ ഡി ആയിരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റും. ക്വസ്റ്റ്യൻ നമ്പർ 4 JEE മെയിൻ 2019 10th January ഷിഫ്റ്റ് 1-നാണ് ചോദിച്ചുള്ളത്. ഇതിലിതാ 4 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ ഈ ആക്സിലുള്ളത്, അതേപോലെ തന്നെ ഈ ആക്സിലുള്ളത്, അതായത് ഹൊറിസോണ്ടൽ ആക്സിലുള്ളത് എനർജി ഓഫ് ലൈറ്റ് ഫസ്റ്റ് ഓപ്ഷനിൽ. സെക്കൻഡ് ഓപ്ഷനിൽ വേർട്ടിക്കൽ ആക്സിലുള്ളത് കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോണിന്, ഹൊറിസോണ്ടൽ ആക്സിലുള്ളത് ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റാണ് ഈ ആക്സിലുള്ളത്. ഇനി തേർഡ് ഓപ്ഷന് ഈ ആക്സിലുള്ളത്, വേർട്ടിക്കൽ ആക്സിലുള്ളത് നമ്പർ ഓഫ് ഇലക്ട്രോൺ ആണ് കേട്ടോ. എഴുതിയുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺ ആണ്. ഇവിടെയുള്ള ഫ്രീക്വൻസി ഓഫ് ലൈറ്റ്. ഇവിടെ കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ, ഫ്രീക്വൻസി ഓഫ് ലൈറ്റ്. അത് ആ 3 കാര്യത്തിൽ വേർട്ടിക്കൽ ആക്സിലുള്ളത് കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ ആണ്. ഇതിലും അതേപോലെ തന്നെ ഇതിലും. ഇതിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ ആണ് ഏത് ആക്സിലുള്ളത്, വേർട്ടിക്കൽ ആക്സിലുള്ളത്. പിന്നെ ഹൊറിസോണ്ടൽ ആക്സിൽ എല്ലാത്തിലും വേറെ വേറെ കാര്യങ്ങൾ, എനർജി ഓഫ് ലൈറ്റ്, ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ്, ഫ്രീക്വൻസി ഓഫ് ലൈറ്റ്, ഫ്രീക്വൻസി ഓഫ് ഓക്കെ ഇവിടെ ഇതിൽ രണ്ടിലും ഫ്രീക്വൻസി ഓഫ് ലൈറ്റ് തന്നെയാണ്. ഇനി ഇത് പറയുന്നതിന് മുന്നേ നിങ്ങൾ ഓർക്കേണ്ടായിരിക്കും ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനെ ഐൻസ്റ്റീൻ എക്സ്പ്ലെയിൻ ചെയ്തത് ഏത് രീതിയിലാണെന്നുള്ളത്. ഇവിടെ മാക്സ് പ്ലാങ്ക് പറഞ്ഞത് ഇതാണ് hν ആയിരിക്കും ഫോട്ടോൻ്റെ എനർജി. അങ്ങനെയാണെങ്കിൽ ഐൻസ്റ്റീൻ പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ ഈ hν എന്ന് പറയുന്നത് 2 കാര്യങ്ങൾക്ക് ഉപയോഗിക്കപ്പെടും. ഒന്ന്, ഇലക്ട്രോണെ മെറ്റലിൻ്റെ സർഫസിൽ നിന്ന് റിമൂവ് ചെയ്യാൻ, അതിന് നമ്മൾ വർക്ക് ഫംഗ്ഷൻ എന്ന് പറയും, hν0. അതോടൊപ്പം തന്നെ വേറൊരു ഭാഗം, ഇത് ഫോട്ടോൻ്റെ എനർജി ആണ്. ഒന്ന് എന്തിനുപയോഗിച്ച്, മെറ്റൽ സർഫസിൽ ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അതിനെ പറിക്കാൻ വേണ്ടിയിട്ട്, അതിനാണ് വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്, റിമൂവ് ചെയ്യാൻ വേണ്ടി. വേറൊരു ഭാഗം ഉപയോഗിക്കുന്നത് ഈ റിമൂവ് ചെയ്യപ്പെട്ട ഇലക്ട്രോൺ അതിന് കൈനറ്റിക് എനർജി ആയിട്ട് ബാക്കിയുള്ള ഈ ഫോട്ടോൻ്റെ ഊർജ്ജത്തിൻ്റെ ബാക്കി ഭാഗം യൂസ് ചെയ്യപ്പെടും. അതായത് ഹാഫ് മാസ് ഓഫ് ഇലക്ട്രോൺ ഇൻറ്റു v². ഇതാണ് ഐൻസ്റ്റീൻ്റെ അക്കോർഡിങ്. അപ്പോൾ ഈ ഗ്രാഫിൽ ഇനിയിപ്പോൾ ഈ പറഞ്ഞ സംഗതികളൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കാം എന്താണ് സംഭവം എന്നുള്ളത്. ഫസ്റ്റത്തെ ഗ്രാഫ് ഇതിൽ നമ്മൾ ചോദിച്ചുള്ളത് ഏതാണ് ഡസ് നോട്ട് റെപ്രസെൻ്റ് എന്നാണ് ചോദിച്ചുള്ളത്. അപ്പോൾ ഇൻകറക്റ്റ് ആയിട്ടുള്ള ഗ്രാഫാണ് ചോദിച്ചുള്ളത്. ഇത് കറക്റ്റ് ആണോ അല്ലേ എന്നുള്ളതാണ്. കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് എന്താണ്, ഹാഫ് MeV² ആണ്. അതെന്തിന് തുല്യമായിരിക്കും, ഇതിനെ മാത്രം ഇവിടെ നിർത്തി കഴിഞ്ഞാൽ hν മൈനസ് hν0 ആയിരിക്കും. അപ്പോൾ നമ്മൾ കൈനറ്റിക് എനർജി ഈ കാര്യത്തിൻ്റെ വേഴ്സസ് ഇത് ഇവിടെ കൈനറ്റിക് എനർജി. ഇനി ഇവിടെ എന്താണ് പ്ലോട്ട് ചെയ്യണത്, ഈ ആക്സിസിൽ പ്ലോട്ട് ചെയ്യണത് എനർജി ഓഫ് ലൈറ്റ് ആണ്. എനർജി ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് ഏതാണ് കാര്യം, അത് ഇതാണ് കാര്യം hν. അപ്പോൾ ഇത് ഇങ്ങനത്തെ ഈ ഗ്രാഫ് ഇവിടെ ഇത് കൈനറ്റിക് എനർജി 0 ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇത് V. ഓക്കെ, ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ. ഇത് ന്യൂ ആണ്, ഇത് ന്യൂ0 ആണ്, ഇത് V ആണ്. അതായത് ഇത് ഫ്രീക്വൻസി തന്നെയാണ്, ഇതൊരു പ്രത്യേക രീതിയിലുള്ള ഫ്രീക്വൻസിയാണ് ന്യൂ0. ഇത് പക്ഷേ വെലോസിറ്റിയാണ്. ആ കാര്യം നിങ്ങൾക്ക് അറിയേണ്ടായിരിക്കും. ഇനി ഇങ്ങനെ പ്ലോട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഓർക്കുക, കൈനറ്റിക് എനർജിൻ്റെ വാല്യൂ 0 ആണെങ്കിലും ഇതിന് വാല്യൂ ഉണ്ടായിരിക്കും. അതായത് ഗ്രാഫ് ഇവിടെ കൈനറ്റിക് എനർജിൻ്റെ വാല്യൂ 0 ആണെങ്കിലും ഇതിൻ്റെ വാല്യൂ എനർജി ഓഫ് ഫോട്ടോ എന്ന് പറഞ്ഞത് എന്തുണ്ടായിരിക്കും, വാല്യൂ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊരു മിനിമത്തിൽ നിന്ന് ആണ്. എന്നിട്ട് അതെന്ത് ചെയ്യും, എനർജി ഓഫ് ലൈറ്റ്. ഇതിങ്ങനെ ഈ രീതിയിലായിരിക്കും ഗ്രാഫ്. അപ്പോൾ ഇത് ശരിയാണ്, ആദ്യത്തെ ഓപ്ഷൻ ശരിയാണ്. ആദ്യത്തെ ശരിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആൻസർ ആണെന്നല്ല കേട്ടോ അതിനർത്ഥം. അപ്പോൾ ഇതായിരുന്നു A ഓപ്ഷൻ. ഇനി B ഓപ്ഷനിൽ നമ്മൾ പ്ലോട്ട് ചെയ്തുള്ളത് കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ വേഴ്സസ് ഇൻറ്റൻസിറ്റിയാണ്. അപ്പോൾ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് കൂടുതൽ ഇൻറ്റൻസ് ആയിട്ടുള്ള ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരുപാട് ഫോട്ടോണുള്ള ലൈറ്റാണെന്നാണ്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ ഇൻറ്റൻസിറ്റി കൂടുതലുള്ള ലൈറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റൽ സർഫസിൽ കൂടുതൽ ഇലക്ട്രോൺ ഉണ്ട് വിചാരിക്കുക.
അപ്പോൾ ഒരു ഫോട്ടോൺ ഒരു ഇലക്ട്രോണായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുക, ഒരു ഫോട്ടോൺ ഇൻറ്ററാക്ട് ചെയ്യും ഒരു ഇലക്ട്രോണായിട്ട്, അടുത്ത ഫോട്ടോൺ അടുത്ത ഇലക്ട്രോണായിട്ട്. അപ്പോൾ ഇൻറ്റൻസിറ്റി കൂട്ടുമ്പോൾ മാക്സിമം ഇതിൽ നിന്ന് സർഫസിൽ നിന്ന് റിമൂവ് ചെയ്യാനുള്ള ഇലക്ട്രോണിൻ്റെ എണ്ണത്തിൽ എന്ത് വരും, കൂടുതൽ ഇലക്ട്രോണിൻ്റെ എണ്ണം കൂടാം. പക്ഷേ ഇതിൻ്റെ കൈനറ്റിക് എനർജിനെ പിന്നെ ഫർദറായിട്ട് ഇതിൻ്റെ മൂവ്മെൻറ്റിനെ ആര് ഇൻഫ്ലുവൻസ് ചെയ്യില്ല, ഇൻറ്റൻസിറ്റി ഇൻഫ്ലുവൻസ് ചെയ്യില്ല. അത് മാത്രമല്ല ഒരു പ്രത്യേക ഇൻറ്റൻസിറ്റി എത്ര കൂട്ടിക്കഴിഞ്ഞാലും ചില കേസിൽ ചില ലൈറ്റിൻ്റെ കേസിൽ മെറ്റൽ സർഫസിൽ നമുക്ക് ഇലക്ട്രോണെ റിമൂവ് ചെയ്യാൻ പറ്റണമെന്നില്ല. കാരണം എന്താ, ഒരു മിനിമം ഫ്രീക്വൻസി വേണം. ആ ഫ്രീക്വൻസി നമ്മൾ ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറയും. ആ മിനിമം ഫ്രീക്വൻസിൻ്റെ മേലുള്ള ലൈറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലാണ് പിന്നെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഇലക്ട്രോൺ റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇൻറ്റൻസിറ്റിയും അതേപോലെ തന്നെ കൈനറ്റിക് എനർജിയും കാര്യമായിട്ട് റിലേഷൻ ഇല്ല. ഇൻറ്റൻസിറ്റി എത്ര കൂട്ടിക്കഴിഞ്ഞാലും കൈനറ്റിക് എനർജിയിൽ എന്ത് വരണമെന്നില്ല, കാര്യമായിട്ട് മാറ്റം വരുന്നില്ല. അപ്പോൾ ഇൻറ്റൻസിറ്റിൻ്റെ കേസിൽ ഒരു പരിധി, പിന്നെ കൈനറ്റിക് എനർജി എന്തിനായിരിക്കും ഇങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് പോകും. ഇൻറ്റൻസിറ്റി കൂടുന്നതനുസരിച്ച് ഇവിടെ ഇൻറ്റൻസിറ്റി കൂടുന്നത് കൈനറ്റിക് എനർജീൻ്റെ ആക്സിസ് ഇതാണ്, അതിലെന്ത് വരില്ല, മാറ്റം വരില്ല. അപ്പോൾ അതാണ് ബിയിൽ പറയുന്നത്. അപ്പോൾ ബിയും ശരിയാണ്. ബി ശരിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആൻസർ ആണെന്നല്ല അർത്ഥം, തെറ്റായിട്ടുള്ള കാര്യമാണ് ചോദിച്ചുള്ളത്. ഇനി സിയിലേക്ക് വരാം. സിയിൽ പറയുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺ ആണ്. നമ്പർ ഓഫ് ഇലക്ട്രോൺ, ഫ്രീക്വൻസി ഓഫ് ലൈറ്റ്. അപ്പോൾ ലൈറ്റിൻ്റെ ഫ്രീക്വൻസി കൂടുതലാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ആദ്യം ഒരു പ്രത്യേക റീജിയണിൽ ഇതിങ്ങനെ ഇലക്ട്രോണെ റിമൂവ് ചെയ്യും ഫോട്ടോണായിട്ട് ഇൻറ്ററാക്ട് ചെയ്തിട്ട്. പിന്നെ ഫോട്ടോണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യില്ല, നമ്പർ ഓഫ് ഇലക്ട്രോണിൽ മാറ്റൊന്നും വരില്ല. അപ്പോൾ ഫ്രീക്വൻസി ലൈറ്റിന് എത്ര ഫ്രീക്വൻസി കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്പർ ഓഫ് റിമൂവ് ചെയ്യണ ഇലക്ട്രോണിന് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല. അതായത് ഈ ഗ്രാഫ് ആദ്യം ഒന്ന് കൂടും, പിന്നെ എന്ത് ചെയ്യും, പിന്നെ ഇങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ പോകും. അപ്പോൾ എന്തിനാണ് കൂടുതൽ ഇലക്ട്രോൺ റിമൂവ് ചെയ്യാൻ പറ്റുക? കൂടുതൽ ഫോട്ടോൺ ഉണ്ടെങ്കിൽ അതിന് കൂടുതൽ ഇലക്ട്രോൺ റിമൂവ് ചെയ്യാൻ പറ്റും. കൂടുതൽ ഫോട്ടോൺ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇൻറ്റൻസിറ്റി കൂടുക എന്നാണ്. ഓക്കെ, അപ്പോൾ ആ അക്കോർഡിങ്ങിൽ ഈ ഗ്രാഫ് എന്ത് തന്നെയാണ്, ഇത് സി എന്നുള്ള ഗ്രാഫാണ്, ഈ ഗ്രാഫും ശരിയാണ്. ഇനി ഡി നോക്കാം. അപ്പോൾ ആൻസർ ഇപ്പോഴും ആയിട്ടില്ല, ശരിയാണെന്ന് ചോദിച്ചിട്ട് ആൻസർ ആവുന്നില്ല. ഡിയിൽ പറയണത് കൈനറ്റിക് എനർജിനെ നമ്മൾ പ്ലോട്ട് ചെയ്തിരിക്കുകയാണ്. കൈനറ്റിക് എനർജി വേഴ്സസ് ഫ്രീക്വൻസി ഓഫ് ലൈറ്റ്. എന്നിട്ട് അത് കാണിച്ചുള്ളത് എങ്ങനെയാണ്, 0-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ടാണ്. അപ്പോൾ അത് 0-ൽ നിന്ന് തന്നെയാണോ സ്റ്റാർട്ട് ചെയ്യണത് എന്ന് നമുക്ക് നോക്കാം. കൈനറ്റിക് എനർജി നമ്മൾ എഴുതി ഹാഫ് mE_v² എന്ന് പറയുന്നത് എന്തായിരുന്നു വന്നത്, hν മൈനസ് hν നോട്ട് ആയിരുന്നു. അങ്ങനെ തന്നെയല്ല ഉണ്ടായിരുന്നത്. അതായത് നമുക്ക് പറയാൻ പറ്റും hν ഈക്വൽ ടു hν നോട്ട് മൈനസ് പ്ലസ് ഹാഫ് mE_v². ഓക്കെ, അപ്പോൾ ഇതിനെവിടെ നിർത്തി കഴിഞ്ഞാൽ ഇത് കണ്ടുവരും. അതായത് ഇതാണ് കൈനറ്റിക് എനർജി. ഞാനതിനെ കൈനറ്റിക് എനർജി എന്ന് എഴുതുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഇതൊന്നുകൂടി എളുപ്പമാവും റെപ്രസെൻറ്റേഷൻ. അതായത് കൈനറ്റിക് എനർജി ഈക്വൽ ടു വരും hν മൈനസ് hν നോട്ട്. ഇനി നമുക്ക് കൈനറ്റിക് എനർജിനെ ഒരു ആക്സിസിൽ പ്ലോട്ട് ചെയ്യണം. ഈ ആക്സിസിൽ എന്താ ഉള്ളത്, ഫ്രീക്വൻസി ഉള്ളത്. അപ്പോൾ ഫ്രീക്വൻസി ഇനി ഈവൻ കൈനറ്റിക് എനർജിൻ്റെ വാല്യൂ 0 ആണെങ്കിലും ഫ്രീക്വൻസിക്ക് ഇതിന് വാല്യൂ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊരിക്കലും എന്താവണില്ല, ഇവിടെ ഇത് 0-ൽ നിന്നായിരിക്കില്ല സ്റ്റാർട്ട് ചെയ്യുക. ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൈനറ്റിക് എനർജി വേഴ്സസ് നമ്മൾ എനർജി ഓഫ് ലൈറ്റ് കാണിച്ചല്ലോ, അതേപോലെ തന്നെ ആയിരിക്കും ഫ്രീക്വൻസി ഓഫ് ലൈറ്റ് ആണെങ്കിലും. കാരണം ലൈറ്റിൻ്റെ എനർജി എന്ന് പറയുന്നത് അതിൻ്റെ ഫ്രീക്വൻസിനായിട്ട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നമുക്ക് ഇത് നോട്ടാണ്. അപ്പോൾ എങ്ങനെയായിരുന്നു എനർജിൻ്റെ ഗ്രാഫ് വന്നത്, അതായത് ഫസ്റ്റ് ഗ്രാഫ് നമ്മൾ കണ്ട് ഇങ്ങനെ തന്നെ ആയിരിക്കണം ഈ ലാസ്റ്റത്തെ ഗ്രാഫും ഈ ഗ്രാഫും വരേണ്ടത്. അപ്പോൾ ഏതാണ് ഇപ്പോൾ തെറ്റായിട്ടുള്ളത്, ഇത്. അപ്പോൾ ഏതായിരിക്കും ആൻസർ എന്ന് പറയുന്നത്, ആൻസർ നമുക്ക് പറയാൻ പറ്റും ഓപ്ഷൻ ഡി ആണെന്ന് പറയാൻ പറ്റും. കാരണം അതാണ് തെറ്റാണ് ചോദിച്ചിട്ടുള്ളത് നിങ്ങളോട്. തെറ്റായിട്ടുള്ള ഗ്രാഫ് ഏതാണെന്നാണ്. ഈ രീതിയിൽ ഓപ്ഷൻ ഡി ആൻസർ ആയിട്ട് വരും. അഞ്ചാമത്തെ ക്വസ്റ്റ്യന് ചോദിച്ചുള്ളത് JEE മെയിൻ 2019 10th January ഷിഫ്റ്റ് 2 ആണ്. ഇതിൽ പറയണത് ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി ഓഫ് ഹൈഡ്രജൻ ആറ്റം പറയുന്നുണ്ട് -13.6 ഇലക്ട്രോൺ വോൾട്ടാണ്. പിന്നെ നമ്മൾ ചോദിച്ചുള്ളത് ദ എനർജി ഓഫ് സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് He+ അയോൺ. He+ അയോണാണ് ചോദിച്ചുള്ളത്. അപ്പോൾ ഇവിടെ
എനർജി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്, അത് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. ഇ എൻ എന്ന് പറയുന്നത് -13.6 Z എഫക്റ്റീവ് സ്ക്വയർ അപ്പോൺ എൻ സ്ക്വയർ ആണ്. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ എന്താണ് ഈ -13.6? ഇത്ര ഇലക്ട്രോൺ വോൾട്ടിലായിരിക്കും. ആൻസർ തന്നിട്ടുള്ളത് ഇലക്ട്രോൺ വോൾട്ടിലാണ്, കംപ്ലീറ്റ് ആൻസർ ഉള്ളത് ഇലക്ട്രോൺ വോൾട്ടിലാണ്. അപ്പോൾ ഈ സാധനം ഇതെന്ന് പറയുന്നത് റൈഡ്ബർഗ് കോൺസ്റ്റൻ്റ് ആണ്. ഇതെന്താണ്? റൈഡ്ബർഗ് കോൺസ്റ്റൻ്റ്. അപ്പോൾ എന്താണ് അതിൻ്റെ വാല്യൂ? അത് 109677 എന്തിൽ സെൻറ്റിമീറ്റർ ഇൻവേഴ്സിൽ. അതോടൊപ്പം തന്നെ ഈ കാര്യത്തിനെ നമുക്ക് എങ്ങനെയും പറയാൻ പറ്റും, ഈ റൈഡ്ബർഗ് കോൺസ്റ്റൻ്റ് നമുക്ക് എഴുതാൻ പറ്റും 13.6 ആയിരിക്കും. ഏത് യൂണിറ്റിൽ? ഇലക്ട്രോൺ വോൾട്ടിൽ. ഇതേ കാര്യത്തിന് തന്നെ റൈഡ്ബർഗ് കോൺസ്റ്റൻ്റ് തന്നെ നമുക്ക് എഴുതാൻ പറ്റും 2.18 ഇൻറ്റു 10⁻⁻18 ആയിരിക്കും ജൂളിൽ. അപ്പോൾ ഡിഫറെൻറ്റ് യൂണിറ്റിൽ റൈഡ്ബർഗ് കോൺസ്റ്റൻ്റ് വാല്യൂ ശ്രദ്ധിക്കണം നിങ്ങൾ. 13.6 ഇലക്ട്രോൺ വോൾട്ടിൽ 109677 സെൻറ്റിമീറ്റർ ഇൻവേഴ്സിൽ 2.18 ഇൻറ്റു 10⁻⁻18 ജൂളിൽ വരും. അവിടെ ഇലക്ട്രോൺ വോൾട്ടിലാണ് വിഷയമല്ല. ഇനി ഈ ഇക്വേഷനിലുള്ള ഇതൊക്കെ എന്താണെന്നുള്ളത്, ഈ Z എഫക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിയർ ചാർജാണ്, എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്. അപ്പോൾ ഇത് പലപ്പോഴും നിങ്ങൾക്ക് ജസ്റ്റ് ആറ്റോമിക് നമ്പർ അറിഞ്ഞാൽ മതി, അതായിരിക്കും Z ആയിട്ട് വരിക. അല്ലെങ്കിൽ നമ്പർ ഓഫ് പ്രോട്ടോൺ അറിഞ്ഞു കഴിഞ്ഞാൽ അതായിരിക്കും എന്ത് പറയുന്നത്? Z എന്ന് പറയുന്നത്. N എന്ന് പറയുന്നത് എന്താണത്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിൻ്റെ വാല്യൂ ആണ്. ഈ ഇക്വേഷന് ഇപ്പോൾ ഈ എഴുതിയുള്ള ഈ ഇക്വേഷന് EN = -13.6 Z എഫക്റ്റീവ് അല്ലെങ്കിൽ Z സ്ക്വയർ എന്ന് പറയാം സിമ്പിളായിട്ട്, Z സ്ക്വയർ ഡിവൈഡ് ബൈ N സ്ക്വയർ എന്നുള്ളത് ഇക്വേഷന്. ഹൈഡ്രജനും അതോടൊപ്പം ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസ് ഉണ്ട്. അതാണ് ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസ്. ഇത് ഹൈഡ്രജൻ. ഹീലിയത്തിൽ നിന്ന് ഒരു ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ പിന്നെ അതിലുള്ളത് ഒരു ഇലക്ട്രോണാണ്. അപ്പോൾ അത് ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസാണ്. ലിഥിയം, അതിൽ നിന്ന് 2 ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ, ലിഥിയത്തിൽ 3 ഇലക്ട്രോണാണ്, 2 ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ അത് ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസായി. പക്ഷേ ഈ H-ഉം He+ നമ്മൾ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ 2 പ്രോട്ടോൺ ഉണ്ട്, ഇതിലൊരു പ്രോട്ടോണേ ഉള്ളൂ. ഇതിൽ 3 പ്രോട്ടോൺ ഉണ്ട്, ഇതിലൊരു പ്രോട്ടോണേ ഉള്ളൂ. ഇലക്ട്രോൺ ഇതിലല്ല, ഇത് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസാണ്, ഒറ്റ ഇലക്ട്രോണേ ഉള്ളൂ. പക്ഷേ ഇതിൽ 1 പ്രോട്ടോൺ, ഇതിൽ 2 പ്രോട്ടോൺ, ഇതിൽ 3 പ്രോട്ടോൺ, അങ്ങനത്തെ ഒരു വ്യത്യാസം ഇതിനുണ്ട്. അപ്പോൾ ആ കാര്യം ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും അത് വരും. അതായത് EN = -13.6 Z സ്ക്വയർ എന്ന് പറയുമ്പോൾ ഹീലിയത്തിൻ്റെ കേസിൽ 2 ഇലക്ട്രോൺ, അപ്പോൾ എന്ത് വരും? Z എഫക്റ്റീവ് സ്ക്വയർ അല്ലെങ്കിൽ Z സ്ക്വയർ 2 സ്ക്വയർ ഡിവൈഡഡ് ബൈ N സ്ക്വയർ എന്ന് വരും. ഇനി ഇവിടെ നമ്മൾ പറയണത് ഈ ഹീലിയം +1 അത് 1s ആയിരിക്കും, 1s 1 ആയിട്ടായിരിക്കും ഉണ്ടാവുക. പക്ഷേ നമ്മളോട് പറയുന്നത് ഏത് എനർജി, ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി ഓഫ് ഹൈഡ്രജൻ എന്നിട്ട് -13.6 ആണെന്ന് പറയുന്നത് സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് He+ ആണ് ചോദിച്ചുള്ളത്. അപ്പോൾ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഈ 1s-ലുള്ളത് 2s-ലേക്ക് ചാടണമാണ്. ഇനി അവിടുന്ന് വീണ്ടും 2s-ലുള്ളത് 2p-ലേക്ക് പോകണമല്ല, 2p ഒക്കെ ഒരേ എനർജിയാണ്. 3s-ലേക്ക് പോവുകയാണെങ്കിൽ അതെന്തായി? സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ആയി. ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2s ആണ്, അല്ലെങ്കിൽ N = 2 ആണ് എന്ത് പറയുന്നത് ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ്. N = 3 ആണ് ഇവിടെ എന്ത്? സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ്. അപ്പോൾ ഈ ഇക്വേഷനിൽ N-ൻ്റെ വാല്യൂ എന്താണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്? 3 ആയിട്ടാണ് യൂസ് ചെയ്യേണ്ടത്. അതായത് നമുക്ക് എഴുതാൻ പറ്റും EN = -13.6 Z-ൻ്റെ വാല്യൂ വന്ന് 2 സ്ക്വയർ, അതായത് 4 ഡിവൈഡഡ് ബൈ 9 എന്നുള്ള രീതിയിൽ വരും. ഈ രീതിയിൽ ഏതെങ്കിലും ഇതിനെ 4 മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് 9 ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഈ 4/9 എന്ന് പറയുമ്പോൾ അത് വരും ഏകദേശം, എന്തായാലും 4/9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അത് -13.6-ലും കുറവായിട്ടുള്ള വാല്യൂ ആയിരിക്കും എന്നറിയാം. ഇനി അതുകൊണ്ട് തന്നെ ആ കാരണം കൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും അത് ഡിയും വരില്ല, അതോടൊപ്പം തന്നെ അല്ലെങ്കിൽ -13.6-നെക്കാട്ടിയും ചെറുതായിട്ടുള്ള വാല്യൂ. ചെറുതാന്ന് കഴിഞ്ഞാൽ മൈനസ് എന്ത് വരില്ല, 54.4 വരില്ല, അതേപോലെ തന്നെ 27.2 വരില്ല എന്നൊക്കെ അറിയാം. പിന്നെ ഉള്ളത് 6.04 ആണ്. അത് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. ജസ്റ്റ് ഇതിനെ 14 ആയിട്ട് എടുക്കുക. അപ്പോൾ 13.6-നെ 14 × 4 ഡിവൈഡഡ് ബൈ 9, 4/9-നെ ഇത് ഏകദേശം 1/2 എന്നുള്ള രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ ഇത് 14 ഡിവൈഡഡ് ബൈ × 1/2. ഇതിനെ ഞാൻ ജസ്റ്റ് 1/2 എന്ന് എടുക്കാം. ശരിക്കും
1/2 ഇത് 8 ആണെന്ന് വിചാരിക്കുക ഞാൻ 1/2 വലുതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് ഏകദേശം വരും അറൗണ്ട് 7. അപ്പോൾ 7 അല്ല, 7ൻ്റെ അടുത്തുള്ളത്. 7ൻ്റെ അടുത്തുള്ളത് ഇപ്പോൾ ഇതിലേതാണ് -6.04 ആണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും അറൗണ്ട് ഇട്ടാ. ഇതൊക്കെ ഒരു അപ്രോക്സിമേഷനാണ്. ഇത് അപ്രോക്സിമേഷനാണ്. എന്താണ് അപ്രോക്സിമേഷന്? 13.6 ഞാൻ പറഞ്ഞു 14 ആണ്. ഇനി ഇത് അപ്രോക്സിമേഷനാണ്. എന്താണത്? 4/9 ഞാൻ പറഞ്ഞ് 4/8 ആയിരിക്കും. അതാണെന്ത് 1/2 എന്നാണ്. അപ്പോൾ ഇങ്ങനെ നടത്തുമ്പോഴാണ് 7. അപ്പോൾ ഏകദേശം വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി നിങ്ങൾക്ക് മനസ്സിലായിട്ട് വിചാരിക്കുന്നത്. അപ്പോൾ ആൻസർ അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും സി ആണെന്ന് പറയാൻ പറ്റും. പിന്നെ പല ആൻസറുകളും സി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതായിരിക്കും കറക്റ്റ് ആൻസർ. ഈക്വേഷൻ പ്രത്യേകം ഓർക്കുക. En = -13.6 z² എന്നുള്ളത്. പിന്നെ എന്നിൻ്റെ വാല്യൂ ഇവിടെ സാധാരണ ഹീലിയത്തിൻ്റെ കേസിൽ 1 എടുക്കുക. ഇവിടെ എന്തുകൊണ്ട് 3 എടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റിന് പ്രത്യേകം പറയുന്നുണ്ട് ഇലക്ട്രോണിൽ. അതുകൊണ്ടാണ് എന്നിൻ്റെ വാല്യൂ എന്തെടുത്തത് 3 എടുത്തത്. അപ്പോൾ ഇവിടെ 9 ആവുന്നത് സ്ക്വയർ ചെയ്യുമ്പോഴാണ്. ഇവിടെ 4 ആവുന്നത് 2ൻ്റെ സ്ക്വയർ എടുക്കുമ്പോഴാണ്. 2 എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂക്ലിയർ ചാർജാണ്. ഏതിൻ്റെ കേസിൽ? ഹീലിയത്തിൻ്റെ കേസിൽ.